എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തുനിന്നും ഇന്ന് പുറത്തുവന്ന 3 ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് RCB ടീമുമായി ബന്ധപ്പെട്ടതാണ്. IPL 2024 സീസണിന് വേണ്ടിയുള്ള ഓപ്ഷൻ നടക്കുന്നത് നാളെയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ ആയിരിക്കും ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴിതാ IPL 2024 വേണ്ടിയുള്ള മോക്ക് ഓപ്ഷൻ നടന്നിരിക്കുകയാണ്. നിരവധി താരങ്ങളാണ് ഈ ഓപ്ഷനിൽ പങ്കെടുത്തത്. അതിൽ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയത് ഓസ്ട്രേലിയൻ താരം സ്റ്റാർക്കാണ്. RCB ടീമാണ് സ്റ്റാർക്കിനെ വമ്പൻ തുകയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. 16.5 കോടി രൂപയ്ക്കാണ് സ്റ്റാർക്കിനെ RCB വാങ്ങിയിരിക്കുന്നത്. പാറ്റ് കമ്മിൻസ്, ജെറാൾഡ് കോഡ്സെ തുടങ്ങി വിദേശ താരങ്ങളും ഇന്ന് നടന്ന മോക്ക് ഓപ്ഷനിൽ വമ്പൻ തുകയ്ക്ക് വിറ്റുപോയി. ഇന്നത്തെ മോക്ക് ഓപ്ഷനിൽ നിന്നും മനസ്സിലാകുന്നത് RCB ടീം മിച്ചൽ സ്റ്റാർക്കിനെ നോട്ടമിടുന്നുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ ചെന്നൈ, മുംബൈ എന്നീ ടീമുകളുടെ ഓപ്ഷൻ പ്ലാൻ വ്യക്തമല്ല. അടുത്ത അപ്ഡേറ്റ് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. ലോക ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളാണ് സൂര്യകുമാർ യാദവ്. നിലവിൽ ഇന്ത്യയുടെ T20 ടീമിനെ നയിക്കുന്നത് സൂര്യയാണ്. രോഹിത്തിന് ശേഷം മുംബൈയുടെ ക്യാപ്റ്റൻ സൂര്യ ആകുമെന്ന് ആയിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുംബൈ ടീം മാനേജ്മെന്റ് ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചു. ഹാർദിക് മുംബൈയുടെ ക്യാപ്റ്റൻസി ചോദിച്ചു വാങ്ങിയതാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പാണ്ഡ്യ വന്നതോടെ സൂര്യ നിരാശനാണ്. പാണ്ഡ്യ ക്യാപ്റ്റൻ ആയപ്പോൾ സൂര്യ ഹേർട്ട് ബ്രോക്കൻ എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. സൂര്യകുമാർ യാദവ് മുംബൈ ടീം മാനേജ്മെന്റുമായി തെറ്റി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇപ്പോഴിതാ സൂര്യ മുംബൈ ഇന്ത്യൻസ് വിട്ട് മറ്റൊരു ടീമിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. രാജസ്ഥാൻ, ഹൈദരാബാദ് എന്നീ ടീമുകളാണ് സൂര്യയെ നോട്ടമിടുന്നത്. സൂര്യ രാജസ്ഥാനിലേക്ക് പോയാൽ സഞ്ജുവിന് അതൊരു കരുത്താണ്. ഈ വർഷം ഇനി സൂര്യയ്ക്ക് മുംബൈ വിടാൻ സാധിക്കില്ല. അടുത്ത IPL സീസണിൽ ആയിരിക്കും താരം മറ്റ് ടീമിലേക്ക് ചേക്കേറുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. IPLൽ മുംബൈക്ക് വേണ്ടി 5 കിരീടങ്ങൾ നേടിക്കൊടുത്ത താരമാണ് രോഹിത് ശർമ്മ. എന്നാൽ ഹാർദിക് മുംബൈ ടീമിൽ എത്തിയതോടെ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി തെറിച്ചു. തുടർന്ന് പാണ്ഡ്യയെ മുംബൈ ടീം മാനേജ്മെന്റ് ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടെ മുംബൈ ടീം മാനേജ്മെന്റും രോഹിത് ശർമ്മയുമായി വാക്ക് തർക്കങ്ങൾ ഉണ്ടായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇപ്പോഴിതാ രോഹിത് ശർമ്മ മുംബൈ വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. രോഹിത് ചെന്നൈ ടീമിൽ എത്തിയാൽ അത് CSK ടീമിന് വലിയ ഗുണം ചെയ്യും. രോഹിത്, ധോണി എന്നിവർ ഒരു ടീമിൽ കളിക്കുമ്പോൾ CSKയെ തോൽപ്പിക്കുക എന്നത് പ്രയാസം ആയിരിക്കും. രോഹിത് ചെന്നൈ ടീമിൽ എത്തിയാൽ രോഹിത് ആയിരിക്കും ചെന്നൈയെ നയിക്കുന്നത്. ഇനിയും 4-5 വർഷം രോഹിത് IPL കളിച്ചേക്കും. അങ്ങനെ വരുമ്പോൾ CSK എന്തായാലും രോഹിത്തിനെ ക്യാപ്റ്റൻ ആക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ രോഹിത് മുംബൈ ടീം വിടുമോ? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.